ജലസംഭരണികളായ മലകൾ ഇല്ലാതാകുന്നതോടെ പുല്ലുവഴിയിൽ വലിയ ജലക്ഷാമം നേരിടുമെന്ന ആശങ്കയോടെ നാട്ടുകാർ. സർക്കാർ സംവിധാനവും പോലീസും മണ്ണെടുപ്പ് മാഫിയയ്ക്ക് ഒപ്പമാണെന്ന ആക്ഷേപവും ജനകീയ മലസംരക്ഷണ സമിതിക്കുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ ആ വ്യക്തിയുടെ അനുമതി ഇല്ലാതെയാണ് മണ്ണെടുപ്പ് എന്നതും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. രായമംഗലം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുല്ലുവഴിയിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതായി ജനകീയ മലസംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലമുറി മുതൽ നെല്ലിമോളം വരെ നീണ്ടുകിടക്കുന്ന മലമുറി മലയിൽ തെറ്റായ മാർഗത്തിലൂടെ അനുമതി വാങ്ങി മണ്ണെടുപ്പ് നടത്തുകയാണ് മണ്ണ് മാഫിയ എന്നാണ് ജനകീയ മലസംരക്ഷണ സമിതി ഉയർത്തുന്ന ആരോപണം. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ മലമുറി മലയുടെ ഭാഗമായിട്ടുള്ള ഗിരിനഗറിന് സമീപം കേരളം ഹൈസ്കൂളിൻ്റെ പിറകുവശത്ത് ഒരു പൈതൃക സമ്പത്ത് പോലെ നിന്നിരുന്ന മല പല അവ്യക്തതകളും നിലനിർത്തിക്കൊണ്ട് മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഗവൺമെൻറ്റിൽ നിന്ന് നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് 70 സെൻറ്റോളം പുറമ്പോക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ 2.5 ഏക്കർ സ്ഥലം. കാഞ്ഞൂര്, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ളത്. ഈ സ്ഥലം മണ്ണെടുക്കുന്നതിന് വേണ്ടി മുടക്കായിലുള്ള ഒരു വ്യക്തിക്ക് എഗ്രിമെൻ്റ് വെച്ചാണ് നൽകിയിട്ടുള്ളതായി രേഖകളിൽ കാണുന്നു. ഇതിൻ്റെ പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ളത് വാങ്ങിയ സന്ദർഭത്തിൽ ഈ മണ്ണ് പൂപ്പടി പഞ്ചായത്തിലുള്ള ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് ആവശ്യമെന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അനുമതി ഇതിന് വാങ്ങിയിട്ടുള്ളതായി രേഖകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മണ്ണെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ജയകേരളം സ്കൂളിൻ്റെ ഇപ്പോഴേ തന്നെ സ്കൂളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ള ഒരു സ്കൂളാണ്. സ്വയമുള്ള ഗിരിനഗർ കോളനി അടക്കം ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതികളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ ആ പ്രദേശത്തെ കുടിവെള്ള ലഭ്യത നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ആ ഒരു സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഈ സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള വഴി കൃത്യമായ രേഖകൾ ഇല്ല. വഴി ആരംഭിക്കുന്ന പ്രദേശത്തുള്ള ഭാഗത്ത് 3 അടി വീതിയാണുള്ളത്. ചേർന്ന് താമസിക്കുന്ന കുടുംബത്തിൻ്റെയാണ് ബാക്കിയുള്ള സ്ഥലം. അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്ഥലം കൂടി വഴിയായി ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണ് നീക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു വരികയാണ്. എങ്കിലും ഇതൊന്നും വില പോകുന്നില്ല. അധികാരികളുടെ ഒത്താശയോടെ പുല്ലുവഴിയെ വെറും മരുപ്പറമ്പാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. 5 ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതിൽ വെള്ളം കയറാത്ത ഒരു സ്ഥലമായിട്ട് ഗവൺമെൻറ് കണ്ട് 5 ക്യാമ്പുകൾ എത്തിച്ച സ്ഥലമാണ് ഈ പറഞ്ഞ മല ഉൾപ്പെടെയുള്ള ജയകേരളം സ്കൂൾ ഉൾപ്പെടെയുള്ള 5 ക്യാമ്പ് ഉണ്ടാകും. അതിൽ പിന്നീട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ വിളിച്ച മുല്ലപ്പെരിയാർ ഡിസാസ്റ്റർ അതായത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറാത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിലേക്ക് മലമുറി മല അത് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നാണ്. അത്രയും ഉയർന്ന പ്രദേശമാണ്. അതിലിപ്പോൾ തന്നെ കുറച്ചൊക്കെ മണ്ണ് അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഈ മല എന്ന് പറഞ്ഞാൽ 5 കിണർ, അതായത് ജയകേരളം സ്കൂളിൽ 2000 കുട്ടികൾ പഠിക്കുന്ന ജയകേരളം സ്കൂളിൽ ഒരു കിണർ കുത്തിയിട്ട് വെള്ളമില്ലാണ്ട് പണ്ട് മുതലേ ഉള്ള കിണറിൽ വെള്ളമില്ലാണ്ട് അത് മാറി ഇപ്പോൾ 5 കിണർ വരെയായിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നിന്ന് ആണ് പൈസ കൊടുത്താണ് വെള്ളം മേടിച്ച് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ചുറ്റുവട്ടത്ത് ആകെ ഉള്ളത് ഒരു കിണറിലാണ്. ആകെ ഒരു 80 വീടുകളുള്ളതിൽ ഒരു കിണറിലാണ് ആകെ ശുദ്ധവെള്ളം ഉള്ളത്. അതും പൈപ്പ് വെള്ളവും ഇതുപോലെ തന്നെ പൈസ മേടിച്ച് ടാങ്കിൽ വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഒരു വേനൽക്കാലത്ത് വെള്ളം ഉപയോഗിക്കുന്നത്. അത്രയും കുടിവെള്ളം രൂക്ഷമായ സ്ഥലത്താണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അതിൽ ഈ ഉദ്യോഗസ്ഥർ ഏറ്റവും ദുഃഖകരമായ എന്നുള്ളത് ഉദ്യോഗസ്ഥർ ഇതിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും നിയമ ലംഘനങ്ങൾ അത് ആര് വന്ന് നോക്കിയാലും അറിയാം. ഇതിന് എഴുതി കൊടുത്തേക്കുന്ന ഈ 25 മീറ്റർ എന്ന് പോയിട്ട് 1 മീറ്റർ പോലും വിടാതെയാണ് മണ്ണെടുക്കൊണ്ട് പോയിരുന്നത്. ഇത് ഞങ്ങൾ പഞ്ചായത്തും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളും കളക്ടറെയും മൈനിങ് ജിയോളജിയെയും രേഖാമൂലവും അല്ലാതെ നേരിട്ടും ഒക്കെ ചെന്ന് അറിയിച്ചിട്ട് പോലും ഒരാൾ പോലും അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ നിയമം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട്, അതായത് ഈ പെർമിറ്റ് ഇവർക്ക് അനുവദിച്ചത് തന്നെ ഇവിടെ വന്നിട്ട് പരിശോധന നടത്താതെ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം അത്രയും
ചെരിവുള്ള ഒരു സ്ഥലമാണ്. ചെരിവുണ്ട്, പാറയുണ്ട്. ഈ പാറയ്ക്ക് അനുമതി കൊടുക്കാൻ മൈനിങ് ജിയോളജിക്ക് യാതൊരു ഇതില്ല. സെപ്റ്റംബർ മാസം മുതൽ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് പുല്ലുവഴി ജയകേരളം. ജലസമ്പന്നികളായ മലകൾ ഇല്ലാതാകുന്നതോടെ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമായി ഇവിടെ മാറും. മണ്ണെടുപ്പ് നടക്കുന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ ആ വ്യക്തിയുടെ അനുമതിയില്ലാതെയാണ് മണ്ണെടുപ്പിനുള്ള വാഹനങ്ങളും മറ്റും സഞ്ചരിക്കുന്നത്. കള്ളക്കേസ് കൊടുത്തു നേടിയ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന പേരിൽ പോലീസ് അധികാരികളും മണ്ണ് മാഫിയയ്ക്ക് കുടപിടിക്കുന്നു. വിവിധ വകുപ്പുകളിൽ നിയമലംഘനം സംബന്ധിച്ച് നാട്ടുകാർ പരാതികൾ നൽകിയിട്ടുണ്ട്. കളക്ടർ, മൈനിങ് ആൻഡ് ജിയോളജി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് പ്രൊട്ടക്ഷന്റെ മറവിൽ ബലമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി മണ്ണ് കയറ്റി കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ജനകീയ മല സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഉടമ 40-45 വർഷം മുമ്പാണ് ഈ സ്ഥലത്തിന്റെ ഉടമ സ്ഥലം മേടിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ വഴിയില്ലെന്ന് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ ബന്ധപ്പെട്ട അങ്ങനെ അതിലൂടെ വഴിയുണ്ട് എന്ന് കാണിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഇതേവരെ കൊണ്ടുവന്ന ഒരു പേപ്പർ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആകെ കാണിച്ചിരിക്കുന്നത് 2022 ശേഷം മേടിച്ച ഒരു 30 സെന്റിന്റെ മുകളിലുള്ള ഒരു വസ്തുവിന്റെ അതിര് കാണിക്കുന്ന ഒരു ഇതാണ്. അത് ഞങ്ങൾ ഈ പറയുന്ന വഴിയുമായിട്ട് അതിന് സ്ഥലമായിട്ട് ബന്ധമുള്ളതാണ്. ബന്ധമില്ലാത്ത ഒരു സ്ഥലത്തെ കാര്യം കൊണ്ടുവന്നാണ് ഇപ്പോൾ വഴിയുണ്ടെന്ന് അവർ കാണിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ പോലീസ് അധികാരികൾ പോലും കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെ മണ്ണ് മാഫിയകളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ്. മണ്ണ് മാഫിയ കച്ചവടങ്ങളാണ് നടക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന മുഴുവൻ ലക്ഷണങ്ങളും ഉദ്യോഗസ്ഥ മേലധികാരികളിൽ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം തുടർന്നാൽ വൻ ജനകീയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് സമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, നേതാക്കളായ VO ജോയ്, രഞ്ജിത്ത് പറമ്പിൽ, N പ്രസാദ്, GK പോൾസൺ, NV സദാനന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.